പുതിയ ലോക സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. മോദി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ചർച്ച നടത്തി. അതേസമയം പഹൽഗാം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന പ്രതികരണവും നടത്തി. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പുതിയ ലോകക്രമത്തിന് ഇന്ത്യ കൂടി നയിക്കുന്ന ഒരു ലോകക്രമം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സൂചനകൾ ഷാങ്ഹായിൽ നിന്ന് കൃത്യമായി വരികയും ചെയ്യുന്നു. ഇന്നലെ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച, ഇന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നരേന്ദ്രമോദി നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്ത് തരത്തിലുള്ള ലോകക്രമം ആണ്, എന്ത് ബദലാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? അതിൻ്റെ പുരോഗതി നീക്കങ്ങൾ എങ്ങനെ? സജിത്ത്, വളരെ നിർണായകമായ ചർച്ചകളാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ ചുമത്തിയ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു അച്ചുതണ്ടിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യ, ചൈന, ഇന്ത്യ എന്ന ഒരു സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ അത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിലാണ് ഇത്തരം നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. അതുമാത്രവുമല്ല, പതിറ്റാണ്ടുകളായി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഗോലാൻ മലനിരകളിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ചൈനയുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയും അങ്ങനെ മരണം അടക്കം സംഭവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഈ വളരെ കൃത്യമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി മാറിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 20 തവണയാണ് ഈ സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾ ഉൾപ്പെടെ പരാജയപ്പെടുന്ന സാഹചര്യത്തിനിടയിലാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തിയത്. അത് തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് നൽകിയിരുന്നത്. എങ്കിൽ കൂടുതൽ പുരോഗമിക്കുന്നു ചർച്ചകളെന്നും ശുഭാപ്തിവിശ്വാസത്തോടു കൂടിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയുമായി, ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ വളരെ നിർണായകമാകുന്ന ചില നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചിരുന്നു. അത് വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിർത്തിയിലെ സംഘർഷം ഇല്ലാതാക്കുക എന്നത് മാത്രവുമല്ല, ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശ്രേണി ഇന്ത്യ ചൈന ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് കൂടിയായിരുന്നു അത്തരം ചർച്ചകളിൽ നിർണായകമായത്. ഈ ചർച്ചകളെ നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്തിരുന്നു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ആ ചർച്ചയുടെ ഭാഗമായി പ്രസിഡന്റ് കൂടി ചേരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനെ തുടർന്നാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഈ അധിക തീരുവ ചുമത്തിയത്. ഇപ്പോഴാകട്ടെ ആ അധിക തീരുവ ചുമത്തിയതിനു ശേഷം അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന് മാത്രവുമല്ല, അമേരിക്കയുമായി അകന്നു നിൽക്കുന്ന രാജ്യങ്ങളുമായി കൂടുതൽ സൗഹൃദം പുലർത്താൻ ഇന്ത്യ തയ്യാറാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി സൗഹൃദം പുലർത്തുന്നത്. ഒപ്പം റഷ്യയിൽ നിന്ന് കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തുക എന്ന നീക്കത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഈ 3 രാഷ്ട്രത്തലവന്മാർ തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയും അമേരിക്കയുടെ നയത്തെ വ്ളാഡിമിർ പുടിൻ അതിശക്തമായി എതിർക്കുകയും ചെയ്തു. അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ പുരോഗതിയും വികസനവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നും അതിന് തടയിടേണ്ടതുണ്ട് എന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, റഷ്യ യുക്രൈൻ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ ഇന്ത്യയും ചൈനയും ഒരുപോലെ തയ്യാറായി എന്നും അതിന് തങ്ങളുടെ രാജ്യത്തിന്റെ നന്ദി അറിയിക്കുന്നു എന്നുള്ളതുമാണ് പ്രതികരണം. പക്ഷേ അമേരിക്കയായിട്ട് ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം, ഇന്ത്യ റഷ്യൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നു എന്നുള്ളതാണ് സജിത്. അതാണ് സാഹചര്യം. എന്തായാലും പുതിയ ലോകക്രമത്തിന് തുടക്കമിടാൻ ഇന്ത്യ നയിക്കുന്ന ഒരു പുതിയ ലോകക്രമമാണ് ലക്ഷ്യം. അതിന് നിർണായക കൂടിക്കാഴ്ചകളാണ് ചൈനയിൽ പുരോഗമിക്കുന്നത്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും.